വളാഞ്ചേരി പട്ടണത്തിലെ വ്യാപാരവും അതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും ഉപയോഗിച്ച് എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനമാർഗം കൂട്ടാമെന്ന ഗവേഷണത്തിലാണ് വളാഞ്ചേരിയിലെ UDF മുന്നണിയിലെ മുസ്ലിം ലീഗും കോൺഗ്രസുമെന്ന് CPIM വളാഞ്ചേരി ഏരിയ സെക്രട്ടറി VK രാജീവ് പറഞ്ഞു. വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളുടെ ബസ് സ്റ്റാൻഡ് വ്യാപാരത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പുതുതായി ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡിൽ അഴിമതി ആരോപിച്ച് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് LDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം വളരെ പെട്ടെന്നാണല്ലോ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിക്കാര് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വെച്ചത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ഉം ഈ വിഷയത്തെക്കുറിച്ച് ഒരാലോചന നടത്തി. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കതിൽ ബോധ്യപ്പെട്ട രണ്ട് കാര്യം. ഒന്ന്, വളാഞ്ചേരിയിലെ UDF-നെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരി പട്ടണത്തിന്റെ വ്യാപാരവും ഗതാഗത കുരുക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDF-ന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ, അത് ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗും രണ്ടാമത് കോൺഗ്രസിനും, ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വരുമാന മാർഗമാക്കി മാറ്റാം എന്നുള്ള നല്ല ആലോചനയിലാണ് അവർ രണ്ടു കൂട്ടരും. മുസ്ലിം ലീഗും വളാഞ്ചേരിയിലെ UDF-ലെ പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗ് ഈ ടൗണിന്റെ വ്യാപാരത്തിലുള്ള പുരോഗതിയും സ്വാഭാവികമായും അതിനൊപ്പമുണ്ടാകുന്ന ഗതാഗത കുരുക്കിനെയും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വരുമാന മാർഗമാക്കി മാറ്റുന്നതിന് എങ്ങനെ സാധിക്കുമെന്നുള്ള നല്ല ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം 20 വർഷം മുൻപാണ് വളാഞ്ചേരി പട്ടണത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള നിർദ്ദേശം ഇവർ വെക്കുന്നത്. അങ്ങനെ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വളാഞ്ചേരിയിൽ വലിയ വിവാദമുണ്ടായതാണ്. ആ ബസ് സ്റ്റാൻഡ് എവിടെയായിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചേരിതിരിവുണ്ടായതാണ്. അങ്ങനെ അന്നത്തെ വളാഞ്ചേരിയിൽ UDF ഭരണസമിതി അതിനുള്ള സ്ഥലം കണ്ടെത്തുകയും അതിന്റെ ഉടമസ്ഥനുമായി കരാർ വെക്കുകയും ചെയ്തു. അതനുസരിച്ച് കരാർ ഉണ്ടാക്കിയതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഒരു പ്രദേശത്തെ ഒരു മല ഒന്നാകെ പിഴുതെടുത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ലോഡ് മണ്ണും പാറയും അവിടെ നിന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ 20 കൊല്ലം കഴിഞ്ഞു. നഗരസഭാ കൗൺസിലർ ഫൈസൽ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KV ബാബുരാജ്, N വേണുഗോപാൽ, വീരാൻകുട്ടി പറശ്ശേരി എന്നിവർ സംസാരിച്ചു. വളാഞ്ചേരി AKG സെന്ററിൽ നിന്നും തുടങ്ങിയ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു.